വിൽപ്പന കുറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങളുടെ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ അയക്കുന്നുണ്ടോ? ഇതാണ് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക്. പല സ്ഥാപനങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. സെയിൽസ് കുറഞ്ഞ കസ്റ്റമറിന്റെ അടുക്കിലേക്ക്, സെയിൽസ് കുറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുക്കിലേക്ക്, സെയിൽസ് കുറഞ്ഞ ടെറിട്ടറിയിലേക്ക് അവരുടെ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ അയക്കും. സെയിൽസ് വളർത്തുക എന്ന് തന്നെയാണ് ഇന്റൻഷൻ. ഇതൊരിക്കലും ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി അല്ല, ഇതൊരു പാനിക് സ്ട്രാറ്റജിയാണ്. നിങ്ങളുടെ ബെസ്റ്റ് സെയിൽസ്മാൻ ആണ് നിങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമറിനെ സെർവ് ചെയ്യേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, വളരുന്ന സ്ഥലത്ത് നർച്ചർ ചെയ്താലേ വളർച്ച എക്സ്പൊണൻഷ്യൽ ആവുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകണം. ആ സമയത്ത് നിങ്ങൾ അന്വേഷിക്കുന്ന ആരെയായിരിക്കും? ഏറ്റവും ബെസ്റ്റ് സർജനെ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് ബിസിനസ്. ഇത് ആക്ച്വലി ഒരു പ്രിൻസിപ്പിളാണ്, പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. 80-20 റൂൾസ്. നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ 20% കസ്റ്റമേഴ്സ് ആണ് നിങ്ങളുടെ 80% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 20% കസ്റ്റമേഴ്സിനാണ് നിങ്ങൾ ഏറ്റവും മികച്ച സർവീസ് കൊടുക്കേണ്ടത്. ഇവരെ സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെയിൽസ്മാൻ ആയിരിക്കണം. പലപ്പോഴും പല ഓൺട്രപ്രണേഴ്സ് ഇഗ്നോർ ചെയ്യാറുണ്ട്. അവർ പലപ്പോഴും കരുതുന്നത് എന്തായാലും ആ കസ്റ്റമർ നമ്മുടെ സ്വന്തം ആളല്ലേ, സർവീസ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ആൾ നമ്മളെ വിട്ട് പോവില്ല എന്നൊരു ചിന്തയായിരിക്കും. പക്ഷെ അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സർവീസ് കിട്ടാതെ വന്നാൽ അവർ മറ്റു പ്രോഡക്റ്റിലേക്ക് ഈസിലി ഷിഫ്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് മാൻ പവർ നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ടത് ഈ 20% ക്ലയന്റിനെ സെർവ് ചെയ്യാനായിരിക്കണം. സെയിൽസ് ഇല്ലാത്തൊരു ടെറിട്ടറിയിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് സെയിൽസ് പേഴ്സണെ അസൈൻ ചെയ്താൽ അത് വേസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ആ ഒരു ടെറിട്ടറിയിൽ ഒരു നോർമൽ മാൻ പവറിന്റെ ആവശ്യമേ ഉള്ളൂ. അവിടെ സെയിൽസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ അവിടേക്ക് അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഒരു മീഡിയോക്കർ പെർഫോമറായിട്ട് മാറും. റൈറ്റ് പേഴ്സണെ റൈറ്റ് ടെറിട്ടറിയിൽ അസൈൻ ചെയ്യുന്നതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. ബിസിനസ് ഗ്രോത്ത് സൈക്കോളജിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.